പ്രിയമുള്ളവരെ, യൂണിവേഴ്സ് ലൈറ്റിന്റെ മറ്റൊരു പുതിയ വീഡിയോസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞങ്ങളെ കേൾക്കുന്ന പലരിലും പല പ്രശ്നങ്ങൾ അലട്ടുന്നവർ ഉണ്ടാകും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ മനസ്സിൽ വിഷാദം ഉണ്ടാക്കുന്ന ചിന്തകൾ അവസാനിപ്പിച്ചു പോസിറ്റീവ് മനസ്സോട് വളരെ ശാന്തതയോടെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടും എന്ന വിശ്വാസത്തോടെ ഞങ്ങളുടെ വീഡിയോസിൽ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള വിഷയങ്ങൾ കാണുക. കാരണം പോസിറ്റീവ് മനസ്സോട് കണ്ടാൽ മാത്രമാണ് നിങ്ങളുടെ മനസ്സിലേക്ക്, ഉപബോധമനസ്സിലേക്ക് പറയുന്ന കാര്യങ്ങൾ പതിയുകയുള്ളൂ. അല്ലാത്തവർക്ക് എന്ത് കാര്യം ആയാലും, അവർക്ക് ഗുണകരമായ കാര്യം ആയാലും അത് മനസ്സിലാക്കുവാനും ക്ഷമിച്ചു നിൽക്കുവാനും കഴിയുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏത് വിഷയം ആയാലും നിങ്ങളുടെ ഉള്ളിലെ ചെവിയിലൂടെ കേൾക്കുക. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഉപബോധ മനസ്സിലേക്ക് കാര്യങ്ങൾ കേൾക്കുക എന്നതാണ്. അങ്ങനെ മനസ്സിന്റെ ഉള്ളിലേക്ക് കേൾക്കുവാൻ കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ നിങ്ങളുടെ ഉറക്കത്തിൽ പോലും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഉപബോധ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ചില പ്രേത സിനിമകൾ അല്ലാത്ത, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച മറ്റു കാര്യങ്ങൾ, നിങ്ങൾക്ക് പേടിയുള്ള സംഭവങ്ങൾ ഉപബോധ മനസ്സ് കേൾക്കുന്നു. ഉദാഹരണം, പ്രേത സിനിമകളുടെ കാര്യം എടുക്കാം. ഈ സിനിമകൾ കണ്ടുകഴിഞ്ഞു കുറെ നാൾ കഴിഞ്ഞും അതിനെപ്പറ്റി ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടിയ ചിന്തകൾ ചിലപ്പോൾ ചില രാത്രികളിൽ പേടിയോട് ചാടി എഴുന്നേൽക്കുവാൻ കാരണം ആകും, അല്ലെങ്കിൽ ഉറക്കത്തിൽ പേടിച്ചു നിലവിളിക്കും. പക്ഷെ നമ്മൾ കണ്ട സിനിമയിലെ കഥയിലെ പോലെ ആവില്ല നമ്മളെ പേടിപ്പിച്ച സംഭവം. കാരണം നിങ്ങൾ ആ സിനിമ വളരെ ആസ്വദിച്ചു കണ്ടു. അതുകൊണ്ട് ഉപബോധ മനസ്സ് ആ കാര്യങ്ങൾ മനസ്സിലാക്കി. നിങ്ങളെ വീണ്ടും പേടിപ്പിക്കാൻ ഉള്ള വഴി കണ്ടുപിടിച്ചു വീണ്ടും പേടിപ്പിച്ചു. ഇതിൽ നിന്നും പ്രിയമുള്ളവരെ ഒരു കാര്യം മനസ്സിലായല്ലോ. നമ്മൾ എത്ര ആസ്വദിച്ചു എന്ന് പറഞ്ഞാലും അതാണ് ഉപബോധ മനസ്സ് ഏറ്റു എടുക്കുക. നിങ്ങളുടെ വിശ്വാസം അതിനു വേണ്ടിയാണ് ഉപബോധ മനസ്സ് പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു തരുന്നത്, സ്വിച്ച് വേഡുകൾ ആയാലും മന്ത്രജപങ്ങളും ആയാലും മനസ്സിലാക്കുക, വിശ്വസിക്കുക, ജപിക്കുക, നേടുക എന്ന സത്യം. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഈ പറഞ്ഞത് വിശ്വസിച്ചവർക്ക് അവർക്ക് ആവശ്യമുള്ള പല വിഷയങ്ങൾ അടങ്ങിയ വീഡിയോസ് ഈ ചാനലിൽ കാണുവാൻ കഴിയും. ചാനലിൽ നിന്ന് നിങ്ങളുടെ വിഷയങ്ങൾ കണ്ട് എത്തി ജപിക്കുക. പക്ഷേ ജപിക്കുമ്പോൾ ഉപബോധ മനസ്സിന്റെ ചെവിയിൽ കയറുന്ന രീതിയിൽ ജപിക്കുക. ഈ വീഡിയോസിന്റെ വിവരണം കുറച്ചു കൂടുതൽ ആയി എങ്കിൽ ക്ഷമിക്കുക. ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനും ഞങ്ങളെ കേൾക്കുന്നവർക്കും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൽ ഈ ചാനൽ പ്രയോജനപ്പെടാനാണ് ഞങ്ങളുടെ അറിവിന്റെ പരിധിയിൽ നിന്ന് ഈ ഉദാഹരണങ്ങൾ പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്നത്തെ വീഡിയോസിലേക്ക് പോകാം. ഇന്ന് പറയുന്നത് താരാദേവിയുടെ മന്ത്രമാണ്. ഈ 3 മന്ത്രങ്ങൾ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ ജപിക്കാം. താരാമായുടെ അതിരുകളില്ലാത്ത മഹത്വം നൂറ്റാണ്ടുകളായി ഭക്തർക്ക് വിവിധ രൂപങ്ങളിൽ പ്രകടമായിട്ടുണ്ട്. സാധനയിൽ നിർണായകമായ 10 ജ്ഞാൻ ദേവതകളായ ദശമഹാവിദ്യകളിൽ അവൾക്ക് ഒരു പ്രധാന സ്ഥാനമുണ്ട്. ഈ 10 രൂപങ്ങളുടെ ഉദ്ഭവം സതിയുടെ കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവളുടെ പിതാവായ ദക്ഷന്റെ ബൃഹസ്പതി ശബ് യാഗത്തിൽ ക്ഷണിക്കപ്പെട്ടില്ലെങ്കിലും പങ്കെടുക്കാൻ അവൾ നിർബന്ധിച്ചു. മഹാദേവൻ അനുമതി നിരസിച്ചപ്പോൾ സതി തന്റെ 10 ഭയാനകമായ ഭാവങ്ങൾ വെളിപ്പെടുത്തി. കാളി, താര, സോരാശി, ഭുവനേശ്വരി, ഭൈരവി, ചിന്നമസ്ത, ധൂമപതി, ബാഗല, മാതംഗി, കമല അവളുടെ ആഗ്രഹം നിറവേറ്റാൻ അവനെ നിർബന്ധിച്ചു. ഈ 10 രൂപങ്ങളെ മൊത്തത്തിൽ ദശമഹാവിദ്യ എന്ന് വിളിക്കുന്നു. ബൃഹദ്ധർമ്മ പുരാണം അനുസരിച്ച് സതി ദക്ഷാലയത്തിലേക്ക് പോകുന്നതിനു മുമ്പ് അവളുടെ 3ാമത്തെ കണ്ണിൽ നിന്ന് അഗ്നി പുറപ്പെട്ടു. അവളുടെ രൂപം കാളി അല്ലെങ്കിൽ ശ്യാമയായി രൂപാന്തരപ്പെട്ടു. ഇത് കണ്ട മഹാദേവൻ പലായനം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ എല്ലാ ദിശകളിലുമായി അവളുടെ 10 രൂപങ്ങളെ കണ്ടുമുട്ടി. ഒടുവിൽ സതിയെ യാഗത്തിൽ പങ്കെടുക്കാൻ അനുവദിച്ചു. ദശമഹാവിദ്യയും വിഷ്ണുവിന്റെ 10 അവതാരങ്ങളും തമ്മിലുള്ള ബന്ധം ആധുനിക ഗവേഷകർ നിർദ്ദേശിക്കുന്നു. ഇത് ദേവതകളുടെ മനഃപൂർവമായ ഏകീകരണത്തെ സൂചിപ്പിക്കുന്നു. ദശമഹാവിദ്യകളിൽ 2ാമത്തേതാണ് ദേവി താര. എല്ലാ സാഹചര്യങ്ങളിലും ഒരു രക്ഷകയായി, സമാധാനവും മോക്ഷവും നൽകുന്നവളായി അവളുടെ പങ്കിനെ അവളുടെ പേര് സൂചിപ്പിക്കുന്നു. മഹാദേവന്റെ മേൽ വലതു കാൽ വച്ചുകൊണ്ട് പ്രത്യാലിധപത ഭാവത്തിൽ താരയെ ചിത്രീകരിച്ചിരിക്കുന്നു. അവളുടെ ഭയാനകവും എന്നാൽ ആദരണീയവുമായ രൂപം മുണ്ടമാല കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഖർബ് പിടിച്ചിരിക്കുന്നു, ഭീഷണഭാവം പ്രകടിപ്പിക്കുന്നു. 4 കൈകൾ, ഒരു വിടർന്ന നാവ്, ഒരു ഉഗ്രമായ മുഖം, ഒരു തലയോട്ടിയും ഒരു നീല താമരയും പിടിച്ചിരിക്കുന്നു. ഒരു തവിട്ട് നിറമുള്ള ഒരു പശിമയുള്ള മുടിയുമുണ്ട്. സൂര്യനെപ്പോലെയുള്ള അവളുടെ 3 കണ്ണുകൾ ശക്തി പ്രസരിപ്പിക്കുന്നു. അവളുടെ വലതു കൈകളിൽ ഒരു വാളും ഒരു കഠാരയും പിടിച്ചിരിക്കുന്നു. അവളുടെ നിത്യപുഞ്ചിരിക്ക് ഹസ്യമുഖി എന്നറിയപ്പെടുന്ന അവൾ ഭൂമിയെ പ്രതീകപ്പെടുത്തുന്ന ഒരു വലിയ വെളുത്ത താമരയിൽ ഇരിക്കുന്നു. ഉഗ്രമായ രൂപമായ ഉഗ്രതാര ഭക്തരെ തീവ്രമായ കഷ്ടപ്പാടുകളിൽ നിന്നും ഭയത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് പേരുകേട്ടതാണ്. ശത്രുവിന്റെ ഉപദ്രവം ഇല്ലാതെ ആക്കുവാൻ ആണല്ലോ നമ്മൾ ശത്രു സംഹാര മന്ത്രങ്ങൾ ജപിക്കുക. ചില തെറ്റിദ്ധാരണ നിമിത്തവും ശത്രുക്കൾ ഉണ്ടാവുന്നു. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് കഴിവതും പറഞ്ഞു തീർക്കുക.
എത്ര ശ്രമിച്ചാലും നമ്മളെ സമാധാനമായി ശത്രുക്കൾ ജീവിക്കുവാൻ അനുവദിക്കുന്നില്ല എങ്കിൽ മാത്രം ശത്രു സംഹാര മന്ത്രങ്ങൾ ജപിക്കുക. ഈ താരാമന്ത്രം നിങ്ങൾ 108 തവണയോ അതിൽ കൂടുതലോ ജപിക്കുക. എത്രയും ജപിക്കുന്നുവോ അത്രയും നല്ലതാണ്. ജപിക്കുമ്പോൾ ശത്രുവിന്റെ മുഖം മനസ്സിൽ കണ്ട് താരദേവിയുടെ ചിത്രത്തിന് മുൻപിൽ ഇരുന്നു ജപിക്കുക. ശത്രുവിന്റെ നാശം മനസ്സിൽ കാണുമ്പോൾ അതിനുശേഷം നിങ്ങളുടെ ജീവിത വിജയങ്ങളും ഓർക്കേണ്ടതാണ്. ശത്രുനാശം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നടന്നതായി സങ്കൽപ്പിച്ചു ദേവിയെ മനസ്സിൽ ഓർത്തു ജപിക്കുക. ശത്രു ആരാണ് എന്ന് അറിയാത്തവർ ദേവിയുടെ രൂപം ഓർത്തു ശത്രുനാശം ആഗ്രഹിച്ചു ജപിക്കുക. ഓർക്കുക, ശത്രു സംഹാര മന്ത്രങ്ങൾ ശത്രുവിനെതിരെ മാത്രം പ്രയോഗിക്കുവാൻ ഉള്ളതാണ്. ഈ മന്ത്രം ജപിക്കുന്ന ദിവസം ശുദ്ധവൃത്തിയോട് വേണം സ്ത്രീകൾ ജപിക്കാൻ. മാംസം കഴിക്കുക, മദ്യപാനം എന്നിവ ഒഴിവാക്കുക. മഹാദേവന്റെ ഹൃദയത്തിൽ വലതുകാൽ വച്ചും ഇടതുകാൽ ശരീരത്തിനു മുകളിൽ വച്ചും ഉഗ്രതാര നിൽക്കുന്നു. അവളുടെ മുകൾ ഭാഗത്ത് ഖരാഗും, മുകളിൽ ഇടതുവശത്ത് നീലതാമരയും, താഴെ വലതുവശത്ത് കാർത്തികയും, ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള കത്തി, താഴെ ഇടതുവശത്ത് ഒരു തലയോട്ടി പാത്രവും പിടിച്ചിരിക്കുന്നു. തവിട്ടുനിറത്തിലുള്ള മുടിയും നീല നിറവും ഉണ്ട്. ഇത് 3 ലോകങ്ങളുടെയും ത്രിലോകം തിന്മകളെ നശിപ്പിക്കുന്നതിൽ അവൾ വഹിക്കുന്ന പങ്കിനെ സൂചിപ്പിക്കുന്നു. ഒരു ശവശരീരത്തിൽ നിൽക്കുന്ന ഉഗ്രതാരയെ മഹാനിൽ സരസ്വതി അല്ലെങ്കിൽ നീല സരസ്വതി എന്നും വിളിക്കുന്നു. താരയെ തന്നെ മഹാനിൽ സരസ്വതി എന്നും കണക്കാക്കുന്നു. അവളുടെ മടിയില്ലാത്തതും കുറ്റമറ്റതുമായ സംസാരം അവൾക്ക് നീല സരസ്വതി എന്ന പേര് നേടിക്കൊടുക്കുന്നു. ഒരു സ്ഥിരം സംരക്ഷകയും രക്ഷകയും എന്ന നിലയിൽ അവൾ യസുക്മോക്ഷദാവിനി ആണ്, സമാധാനത്തിന്റെയും മോചനത്തിന്റെയും ദാതാവ്, മോക്ഷം. ബുദ്ധതന്ത്രത്തിൽ താര ഒരു പ്രാഥമിക ദേവതയാണ്. ആദ്യശക്തി, അവലോകിതേശ്വരന്റെ ശക്തി, ശിവന്റെ ശക്തി എന്നിവയുമായി തുലനം ചെയ്യപ്പെടുന്നു. ചരിത്രപരമായി ഹിന്ദു ഗ്രന്ഥങ്ങളിലെ നക്ഷത്രങ്ങളുടെ ദേവതയെ ബുദ്ധന്റെ വിയോഗത്തിനുശേഷം മഹായമ്പതികൾ താരാദേവിയായി സ്വീകരിച്ചു. ആകാശം, ആകാശം, മഹാകാശം, വലിയ ആകാശം, പരകാശം, പരമോന്നത ആകാശം, തത്വകാശം, മൂലക ആകാശം, സൂര്യകാശം, സൗരാകാശം എന്നിവയ്ക്ക് മുകളിലാണ് താര അഥവാ നക്ഷത്രം വസിക്കുന്നത്. ബുദ്ധമത താരയെ ചൈനച്ചാർ താര എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ചൈന ഹിമാലയത്തിന്റെ അതിർത്തിയായ നേപ്പാൾ, ഭൂട്ടാൻ, ടിബറ്റ് എന്നീ പ്രദേശങ്ങളെ പ്രതിനിധീകരിക്കുന്നു. താരമായി ഗിർജ അല്ലെങ്കിൽ പാർവതി എന്നും പത്മാവതി അല്ലെങ്കിൽ ലക്ഷ്മി എന്നും വിളിക്കുന്നു. തുടർന്നു അവളെ അമൃതകലശധാരിണി എന്ന് വിശേഷിപ്പിക്കുന്നു. അമൃതകലശം വഹിക്കുന്നവളാണ്. ഇത് പാർവതിയുടെയും ലക്ഷ്മിയുടെയും സംഗമസ്ഥാനത്തെ സ്ഥിരീകരിക്കുന്നു. കൂടാതെ സർപ്പവിനാശിനി അല്ലെങ്കിൽ പാമ്പുകളെ നശിപ്പിക്കുന്നവൾ എന്നും അറിയപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഈ ചാനൽ നിങ്ങൾക്ക് പ്രയോജനകരം എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പ്രയോജനകരമായ വിഷയവും പരിഹാരവുമായി നമുക്ക് വീണ്ടും കാണാം.